ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നിങ്ങൾക്ക് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. ഈ ബീറ്റ വെർഷൻ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. എന്താണ് ബീറ്റ? വാട്സപ്പിൻ്റെ ഒരു ടെസ്റ്റർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് വാട്സപ്പിൽ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഫീച്ചറുകൾ അത് ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ബീറ്റ വെർഷൻ ഉള്ളവർക്കായിരിക്കും. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം ഗുണകരമാണ്. കാരണം വാട്സാപ്പ് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. എന്നാൽ ഇതിൻ്റെ ദോഷം എന്താണ്? വാട്സാപ്പ് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും എററുകൾ, ബഗ്ഗുകൾ, മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പുതിയ ഫീച്ചർ കിട്ടുമെന്നത് ഗുണം തന്നെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിരന്തരമായിട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, അത് മാറ്റാൻ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് വരും. അങ്ങനെ ദിവസം ചിലപ്പോൾ 1, 2, 3 ഒക്കെ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ വെർഷനാക്കാം. അപ്പോൾ വാട്സാപ്പ് അവതരിപ്പിക്കുന്ന പുതിയ ഫീച്ചറുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും പെട്ടെന്ന് തന്നെ ബീറ്റ വെർഷനാക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷനാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുക? അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ വാട്സാപ്പ് വരും. ആ വാട്സാപ്പിൻ്റെ എഴുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ വാട്സാപ്പ് മെസ്സഞ്ചർ ബീറ്റ എന്ന് ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും യു ആർ ബീറ്റ ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ്, ഫ്യൂച്ചർ അപ്ഡേറ്റ് വിൽ ഇൻക്ലൂഡ് ബീറ്റ വേർഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ യു ആർ എ ബീറ്റ ടെസ്റ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണുള്ളത്. ലീവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് ഇതെങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ലീവ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ലീവ് എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബീറ്റ വേർഷനിൽ നിന്നും പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ബീറ്റ എന്ന് കാണുന്നുണ്ട്. നമുക്കിതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്യാണ്. എന്നിട്ട് ആ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാട്സാപ്പ് മെസ്സഞ്ചർ എന്ന് മാത്രമേ ഉള്ളൂ, ബീറ്റ എന്ന് കാണുന്നില്ല. ഓക്കെ, ബീറ്റയിൽ നിന്നും ഞാൻ പുറത്ത് പോയിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാനേ ഇല്ല. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യും? അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ഇതുപോലെ ഓപ്പൺ ആകും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ദാ ഇവിടെ അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബിക്കം എ ടെസ്റ്റർ എന്ന ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ വാട്സാപ്പ് ബീറ്റ വെർഷനായിട്ട് മാറും. കണ്ടോ, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ലീവ് ദ പ്രോഗ്രാം. അതായത് നിങ്ങൾക്ക് ബീറ്റയിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത് ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. എന്നിട്ട് എഴുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് വന്നിട്ടില്ലെങ്കിലും ദാ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതായത് കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജോയിനിങ് ബീറ്റ എന്ന് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ചിലപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം വീണ്ടും പ്ലേ സ്റ്റോർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. എഴുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ വാട്സാപ്പ് ബീറ്റ എന്ന് വന്നിട്ടുണ്ട്. ദാ ഇവിടെ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും ഇതുപോലെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് അവതരിപ്പിക്കുന്ന പുതിയ പുതിയ ഫീച്ചറുകൾ നിങ്ങൾ ബീറ്റ വെർഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.